പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ ഇനി 7 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഏപ്രിൽ 9-നായിരുന്നു കേരളം വിധി എഴുതിയത്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ആരെയാണ് ജനങ്ങൾ തുണച്ചത്, ആരെ തള്ളുന്നു എന്നത് ഒക്കെ അറിയാൻ 140 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടവർ ആരൊക്കെ എന്നറിയാൻ ഇനി ശേഷിക്കുന്നത് ഒരാഴ്ച മാത്രമാണ്. മെയ് 4-ാം തീയതിയാണ് വോട്ടെണ്ണൽ. ഒരുപക്ഷെ വോട്ടെണ്ണൽ ആരംഭിച്ച് ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഒരു ഫല സൂചനകളിലേക്ക് അല്ലെങ്കിൽ നിലവിലെ ഒരു ട്രെൻഡ് എന്ത് എന്നതറിയാൻ സാധിക്കും. മെയ് 4-ാം തീയതി ഒരുപക്ഷെ ഈ സമയം തന്നെ കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം തെളിയും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതേസമയം ഇപ്പോഴും മുന്നണികളെ സംബന്ധിച്ചിടത്തോളം കണക്കുകൂട്ടലുകളിൽ ആണ്. പ്രത്യേകിച്ച് വിജയപ്രതീക്ഷയിൽ തന്നെ തുടരുകയാണ് ഇടതു വലതു മുന്നണികൾ എന്നതാണ് എടുത്തു പറയേണ്ടത്. 3-ാം വട്ടവും അധികാരത്തിലേറുമെന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് LDF തെരഞ്ഞെടുപ്പ് ഫലത്തെ കാത്തിരിക്കുന്നത് എങ്കിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അധികാരത്തിലേക്ക് തിരികെ എത്താമെന്ന വലിയ പ്രതീക്ഷയിലാണ് UDF. അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഓരോ മണ്ഡലത്തിലെയും ഓരോ ജില്ലയിലെയും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടങ്ങളുടെ ചിത്രം നേരത്തെ തന്നെ ന്യൂസ് ട്രെൻഡ്സ് വിശദമായി പങ്കുവച്ചതാണ് എങ്കിൽ ഇന്ന് പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കാൻ പോകുന്നത് മന്ത്രിമാരുടെ പോരാട്ടവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചനകളും പ്രതീക്ഷകളും എന്തൊക്കെ എന്നതാണ്. പ്രത്യേകിച്ച് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഒരാളൊഴികെ എല്ലാ മന്ത്രിമാരും മത്സരിച്ച തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയുണ്ട്. 10-ൽ അധികം മന്ത്രിമാർ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ കടുത്ത മത്സരം തന്നെയാണ് നേരിട്ടത് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. അവിടെ ഓർമ്മിപ്പിക്കേണ്ടത് 2021-ൽ ഒരാൾ ഒഴികെ മത്സരിച്ച എല്ലാ മന്ത്രിമാരും വിജയിച്ചിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ഈ മന്ത്രിമാർ മത്സര രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് നേരിടേണ്ടി വന്നത് വലിയ പോരാട്ടത്തെയാണ്, വലിയ വെല്ലുവിളിയാണ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത്. ആ വിശദാംശങ്ങൾ ആണ് ഞങ്ങൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് TG സജിത്താണ് ചേരുന്നത്. സജിത്ത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, അതായത് 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സവിശേഷത നമുക്കറിയാം. അത് കോവിഡ് സമയമായിരുന്നു. കോവിഡ് കാലഘട്ടത്തിൽ ഏറ്റവും ഉണർന്നു പ്രവർത്തിച്ചത് മന്ത്രിമാർ തന്നെയാണ് എന്ന് പറയാം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് അവർ കോവിഡ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നു. അതുമാത്രവുമല്ല, സർക്കാർ തന്നെ കിറ്റ് പോലെയുള്ള കരുതൽ നൽകിയത് ജനങ്ങളെ വലിയ സ്വാധീനവും ചെലുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാകാം ഒരുപക്ഷെ മന്ത്രിമാർക്ക് ഒരാൾ ഒഴികെ എല്ലാവർക്കും, മത്സരിച്ച മന്ത്രിമാർ എല്ലാവർക്കും തന്നെ വിജയിച്ച് കയറാൻ സാധിച്ചത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ചിത്രം മാറിയിരിക്കുന്നു എന്നതാണ്. ഏറ്റവും ഒടുവിൽ ചർച്ച ചെയ്യപ്പെട്ടത് നിരവധിയായ വിഷയങ്ങളാണ്. അതോടൊപ്പം തന്നെ 10 വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നു. 2-ാം പിണറായി വിജയൻ സർക്കാരിലെ മന്ത്രിമാരുടെ പ്രകടനങ്ങളടക്കം വിലയിരുത്തുന്നു. അതിനുശേഷം നടന്ന ഒരൊറ്റെടുപ്പ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം വലിയ വെല്ലുവിളിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മന്ത്രിമാർ നേരിട്ടത്. തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ ഇനി 7 ദിവസത്തെ കാത്തിരിപ്പ് മാത്രം. അതായത് ഇതുവരെ കാത്തിരിക്കുന്ന എല്ലാ സസ്പെൻസുകളും അവസാനിക്കാൻ 7 ദിവസത്തെ മാത്രം കാത്തിരിപ്പാണുള്ളത്. പല സാധ്യതകളും പല രൂപത്തിൽ പുറത്തു വരുന്നുണ്ട്. UDF അവരുടെ മുഖ്യമന്ത്രി ചർച്ചകൾ ആരംഭിക്കുന്നു. ആ ചർച്ചകൾ അനൗദ്യോഗികമായെങ്കിലും നേതാക്കൾക്കിടയിൽ നടക്കുന്ന ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നു. ഇടതുമുന്നണി നേതൃത്വവും വലിയ വിജയപ്രതീക്ഷകളുമാണ്. എന്തായാലും നിലവിലുള്ള സർക്കാരിൻ്റെ തുടർച്ച ഉണ്ടാകുമോ, പിണറായി വിജയൻ 3ാമത് വരുമോ, അതല്ല UDFന്റെ തിരികെ വരവോ? ഇതാണ് കേരളം കാത്തിരിക്കുന്ന ആകാംക്ഷയ്ക്ക് ഉത്തരം പറയേണ്ടത്. എന്തായാലും ആ ഉത്തരം പറയുമ്പോൾ ശ്രദ്ധേയമാവുന്ന ഒരു ഫിഗർ, സംസ്ഥാനത്ത് ഇത്തവണ മത്സരിച്ച എത്ര മന്ത്രിമാർ വിജയിച്ചു കയറുമെന്നതാണ്. സാധാരണ രീതിയിൽ നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ എപ്പോഴും വിലയിരുത്തുന്ന മന്ത്രിമാർ പരാജയപ്പെട്ടോ വിജയിച്ചോ അവരുടെ മണ്ഡലത്തിലെ പെർഫോമൻസ് എന്തായിരുന്നു എന്നതാണ്. ആ മുന്നണിയുടെ ജയപരാജയങ്ങൾക്കുമപ്പുറം ആ മന്ത്രിമാരുടെ പെർഫോമൻസ് പ്രത്യേകം പരാമർശിക്കപ്പെടുമെന്ന് ഉറപ്പാണ്. അങ്ങനെ നോക്കുമ്പോൾ സമീപകാലത്തൊന്നും ഉണ്ടാവാത്ത ഒരു പ്രത്യേകതയുള്ള സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യം ഇത്തവണയുണ്ട് എന്നതാണ് സാഹചര്യം. അതിൽ ഉദാഹരണമായി നമുക്ക് തൊട്ടു മുമ്പ് എടുക്കാവുന്നത് 2021-ലെ ആ തെരഞ്ഞെടുപ്പ് കാലമാണ്. അതായത് പിണറായി വിജയൻ 2ാമത് വന്ന ആ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ടേം വ്യവസ്ഥ വളരെ കർശനമായി നടപ്പിലാക്കി വന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇടതുമുന്നണി. സ്വാഭാവികമായും മന്ത്രിസഭയിലെ വലിയ താരപരിവേഷം ഉണ്ടായിരുന്ന ഒരു പിടി മന്ത്രിമാർ മത്സരരംഗത്തുണ്ടായില്ല. തോമസ് ഐസക്, G സുധാകരൻ അടക്കമുള്ള ഉദാഹരണങ്ങൾ, EP ജയരാജൻ അടക്കമുള്ള ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഇവരൊന്നും മത്സരരംഗത്ത് ഉണ്ടായിരുന്നില്ല. ഇവർ മാറി നിന്നപ്പോൾ ഫലത്തിൽ 9 പേരാണ് പിന്നീട് മത്സരിക്കാൻ വന്നത്. ഈ 9 പേരിൽ മേഴ്സിക്കുട്ടി അമ്മ ഒഴികെ ബാക്കി എല്ലാവരും വിജയിച്ചു കയറി എന്നതാണ് തെരഞ്ഞെടുപ്പ് മനസ്സിലായത്. അതായത് സ്ട്രൈക്ക് റേറ്റ് നോക്കുമ്പോൾ ഏറ്റവും മികച്ച ഒരു പെർഫോമൻസിലേക്ക് അന്നത്തെ ആ മന്ത്രിസഭയ്ക്ക് വരാൻ കഴിഞ്ഞു. അതായത് ഒരു സർക്കാരിൻ്റെ ജയപരാജയങ്ങൾക്കപ്പുറം മന്ത്രിമാർ ജയിച്ചോ തോറ്റോ എന്ന് വിലയിരുത്തുമ്പോൾ അത് ആ സർക്കാരിൻ്റെയും അവരുടെ വകുപ്പിൻ്റെയും കൂടി വിലയിരുത്തലാവും. അതായത് അവരുടെ മണ്ഡലത്തിലെ
പെർഫോമൻസിന് അപ്പുറം അത് വിലയിരുത്തപ്പെടുമെന്നതാണ് സാഹചര്യം. അപ്പോൾ ഇത്തവണ എന്തായിരിക്കുമെന്നത് ഏറ്റവും കൗതുകമുയർത്തുന്ന കാര്യമാണ്. മറ്റൊന്നുമല്ല, ഇത്തവണ എല്ലാ മന്ത്രിമാരും ഒരാൾ ഒഴികെ, ചിറ്റൂരിൽ നിന്നും മത്സരിച്ച കെ കൃഷ്ണൻകുട്ടി ഒഴികെ മുഖ്യമന്ത്രി അടക്കം മറ്റെല്ലാവരും മന്ത്രിസഭാംഗങ്ങളും ഇത്തവണ മത്സരരംഗത്തുണ്ട് എന്നതാണ് പ്രത്യേകത. അപ്പോൾ അവരുടെ പ്രകടനം എങ്ങനെയാവും ഈ തെരഞ്ഞെടുപ്പിൽ നിന്നാണ്. അതായത് ഇടതുമുന്നണിയോ UDF-ഓ ആര് വിജയിച്ചു കയറിയാലും ഈ മന്ത്രിമാർ ഏതു തരത്തിലുള്ള പ്രകടനം നടത്തുമെന്നതാണ് ഏറ്റവും കുഴയ്ക്കുന്ന, ഏറ്റവും വെല്ലുവിളി ഉയർത്തുന്ന ഒരു പ്രശ്നമാണ് ഇടതുമുന്നണിയെ സംബന്ധിച്ച്. നമുക്ക് ആദ്യം നോക്കാം എത്ര മന്ത്രിമാരാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്നത്. നോക്കൂ, ഇത്തവണ മത്സരിച്ച മന്ത്രിമാർ: കെ രാജൻ, മന്ത്രിസഭയിലെ രണ്ടാമനെന്നോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വകുപ്പ് കൈയാളുന്ന കെ രാജൻ, അദ്ദേഹം ഒല്ലൂരിൽ നിന്ന് തന്നെ മത്സരിച്ചു. റോഷി അഗസ്റ്റിൻ ഇടുക്കിയിൽ നിന്നും മത്സരിച്ചു. AK ശശീന്ദ്രൻ എലത്തൂരിൽ നിന്നും മത്സരിച്ചു. കടന്നപ്പള്ളി രാമചന്ദ്രൻ കണ്ണൂരിൽ നിന്നും മത്സരിച്ചു. KB ഗണേഷ് കുമാർ പത്തനാപുരത്ത് നിന്ന് മത്സരിച്ചു. V അബ്ദുറഹ്മാൻ തിരൂരിൽ, അദ്ദേഹം താനൂരിൽ നിന്ന് തിരൂരിലേക്ക് എത്തിയെന്ന പ്രത്യേകത ഉണ്ടായിരുന്നു. GR അനിൽ നെടുമങ്ങാട്, KN ബാലഗോപാല കൊട്ടാരക്കര, R ബിന്ദു ഇരിങ്ങാലക്കുട, J ചിഞ്ചുറാണി ചടയമംഗലം, MB രാജേഷ് തൃത്താല, PM മുഹമ്മദ് റിയാസ് ബേപ്പൂർ, P പ്രസാദ് ചേർത്തല, OR കേളു, ഒപ്പം P രാജീവ്, ഇതാണ്. ഒപ്പം V ശിവൻകുട്ടി നേമത്ത്, VN വാസവൻ ഏറ്റുമാനൂരിൽ, വീണ ജോർജ് ആറന്മുളയിൽ, സജി ചെറിയാൻ ചെങ്ങന്നൂരിൽ. ഇതാണ് മത്സരിച്ച മന്ത്രിമാർ. അതായത് എല്ലാ മന്ത്രിമാരും ഇത്തവണ മത്സരരംഗത്തുണ്ടായിരുന്നു. അതിൽ ചിറ്റൂരിൽ നിന്നുള്ള കെ കൃഷ്ണൻകുട്ടി പകരം മറ്റൊരാൾക്ക് സീറ്റ് മാറിയത് ഒഴിച്ചാൽ ബാക്കി എല്ലാവരും മത്സരിച്ചു. ഈ സർക്കാരിൻ്റെ, രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യ ടൈമിൽ മന്ത്രിയായിരുന്ന 2 പേർ കൂടി ഉണ്ടായിരുന്നു. അതൊന്ന് അഹമ്മദ് ദേവർകോവിലാണ്, അദ്ദേഹവും മത്സരരംഗത്ത് ഇത്തവണയുണ്ട്. അതേസമയം ആന്റണി രാജു മത്സരരംഗത്തില്ല, അദ്ദേഹത്തിന് മറ്റു വിവാദങ്ങളിൽ പെട്ടുപോയി. അപ്പോൾ ഉത്തരം തേടേണ്ട ഒരു കാര്യം ഇതാണ്: ഈ മന്ത്രിമാർ ഇത്തവണ നേരിട്ട വെല്ലുവിളി എന്താണ്, ഇതിൽ എത്ര പേർ വിജയിച്ചു കയറുമെന്നതാണ്. ഇടതുമുന്നണിയുടെ കണക്കെടുപ്പിൽ തന്നെ ഈ മന്ത്രിമാരിൽ ഭൂരിഭാഗവും, അതായത് 10ഓ 12ഓ പേരോ കടുത്ത മത്സരം നേരിട്ടു എന്നതാണ്. അതായത് വിജയിച്ച് വരാൻ സാധ്യതയുള്ളത് തുലവും തുച്ഛമായ മന്ത്രിമാർ മാത്രമാണ് ഉറച്ച ഇടങ്ങളിൽ മത്സരം നേരിട്ടത് എന്നതാണ് സാഹചര്യം. അതെന്താണ്, ആ സാഹചര്യം എന്തായിരുന്നു എന്ന കാര്യം കൂടി നമുക്ക് നോക്കാം. അതിലേക്ക് വരുമ്പോൾ ഇത്തവണ ഉറച്ച വിജയപ്രതീക്ഷയുള്ള മന്ത്രിമാർ, ആ കണക്കിലേക്ക് ഇടതുമുന്നണി നേതൃത്വത്തിന്റെ കണക്കെടുപ്പാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അത് കെ രാജനാണ്, ഒല്ലൂരിൽ. അദ്ദേഹം ഇത്തവണ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഒല്ലൂരിൽ നിന്ന് വിജയിച്ച് കയറുമെന്ന് ഇടതുമുന്നണി നേതൃത്വം കരുതുന്നുണ്ട്. ഒല്ലൂർ ഒരു മികച്ച ഇടതുപക്ഷ മണ്ഡലമാണ്. ഇന്ന് മാത്രമല്ല, കെ രാജന്റെ ഒരു വ്യക്തിഗത മികവ് അത് സ്വാഭാവികമായും അവിടെ പ്രകടമാവും. അപ്പോൾ ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ കൂടിയും ഭൂരിപക്ഷം കുറഞ്ഞാൽ പോലും അവിടെ കയറും എന്നതാണ് കാര്യം. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിനെ നമ്മൾ ഒരു കാര്യം കൂടി പരാമർശിച്ച് പോകുമ്പോൾ, എല്ലാ മന്ത്രിമാരും കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷം കൂടി നേടിയിരുന്നു. ഇത്തവണ വിജയിച്ചാൽ പോലും ആ ഭൂരിപക്ഷം കുറയുമെന്ന സാഹചര്യം കൂടിയുണ്ട്. അവിടെയാണ് ഈ ഒല്ലൂരിൽ കെ രാജന്റെ സാധ്യത ഭൂരിപക്ഷം കുറയാൻ തന്നെയാണ് സാധ്യത. കാരണം അനുകൂല സാഹചര്യങ്ങളുണ്ടെങ്കിലും അത് വെല്ലുവിളി ഉണ്ടാക്കുമെന്ന് കരുതലുണ്ട്. മറ്റൊന്ന് GR അനിലാണ്, തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് മത്സരിക്കുന്ന GR അനിലും CPIയുടെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹവും മികച്ച വിജയപ്രതീക്ഷയിലാണ്. അദ്ദേഹം വിജയിക്കുമെന്ന് ഉറച്ചു തന്നെ ഇടതുമുന്നണി നേതൃത്വവും കരുതുന്നുണ്ട്. എന്തായാലും എന്നാ ഭരണവിരുദ്ധ വികാരമുണ്ടായാലും GR അനിൽ അവിടെ നിന്ന് വിജയിക്കുമെന്ന് കരുതുന്നു. മറ്റൊന്ന് KN ബാലഗോപാലാണ്, കൊട്ടാരക്കര. KN ബാലഗോപാൽ ഇത്തവണ കടുത്ത വെല്ലുവിളി അവിടെ നേരിടുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഐഷ പോറ്റി എന്ന മുൻ MLA, മുൻ CPM MLA ആണ് എതിർചേരിയിൽ മത്സരിക്കുന്നത്. അതുകൊണ്ട് CPM വോട്ടുകളിലെ ചോർച്ച അവർ കരുതുന്നുണ്ട്. അപ്പോൾ KN ബാലഗോപാൽ ഒരു പക്ഷേ അദ്ദേഹം വിജയിച്ചു കയറും, പക്ഷേ അദ്ദേഹത്തിന് ഭൂരിപക്ഷത്തിൽ വലിയ കുറവുണ്ടാവും. കഴിഞ്ഞ തവണയും അദ്ദേഹത്തിന് വലിയ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു, പക്ഷേ വിജയിച്ച് കയറിയേക്കാം, പക്ഷേ അവിടെ ഭൂരിപക്ഷം വലിയ കുറവ് വന്നേക്കാം എന്ന വിലയിരുത്തലാണ്. പക്ഷേ അത് വിജയിക്കുന്ന മണ്ഡലമായി തന്നെയാണ് ഇടതുമുന്നണി നേതൃത്വം കണക്ക് കൂട്ടുന്നത് എന്നതാണ് സാഹചര്യം. ശ്രദ്ധിക്കേണ്ട കാര്യം, KN ബാലഗോപാൽ വിജയിച്ച് വന്നാൽ അദ്ദേഹത്തിന് തന്ത്രപ്രധാനമായ ചുമതലകൾ ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും ഏറ്റെടുക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ അത്തരം സ്ഥാനം കിട്ടാൻ പോകുന്ന ഒരു വ്യക്തിയാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. മറ്റൊന്ന് PM മുഹമ്മദ് റിയാസ് ആണ്. മുഹമ്മദ് റിയാസ് ബേപ്പൂരാണ് മത്സരിച്ചത്. മുഹമ്മദ് റിയാസും സേഫ് ആണ് എന്ന് തന്നെയാണ് ഇടതുമുന്നണി വിലയിരുത്തിയിരിക്കുന്നത്. ഉറച്ച വിജയപ്രതീക്ഷയുള്ള ഇടമാണ് ബേപ്പൂർ. പക്ഷേ ബേപ്പൂരും ഭൂരിപക്ഷം കുറയാം എന്ന് തന്നെ കരുതുന്നു. കാരണം PV അൻവർ വലിയ കളികളൊക്കെ കളിച്ച ഒരു ഇടമാണ്. PV അൻവർ നേരത്തെ തന്നെ മത്സരരംഗത്ത് വന്ന് വലിയ നീക്കങ്ങൾ നടത്തിയത്. അപ്പോൾ ബേപ്പൂരിൽ ഭൂരിപക്ഷം കുറഞ്ഞേക്കാമെങ്കിലും ഉറച്ച വിജയപ്രതീക്ഷ തന്നെയാണ് അവിടെയും പങ്കുവയ്ക്കുന്നത്. മറ്റൊന്ന് P പ്രസാദാണ്, ചേർത്തലയിലും P പ്രസാദ് വിജയിക്കും തന്നെയാണ് CPI വിശ്വസിക്കുന്നത്. അതിനുള്ള സാഹചര്യം, പ്രതികൂലമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഭൂരിപക്ഷം കുറഞ്ഞാലും ഉറച്ച വിജയപ്രതീക്ഷ തന്നെയാണ് P പ്രസാദിനും അവിടെ ഉള്ളത് എന്നതാണ് സാഹചര്യം. മറ്റൊരു ഉറച്ച വിജയപ്രതീക്ഷയുള്ള മന്ത്രി സജി ചെറിയാനാണ്, ചെങ്ങന്നൂരാണ്. അവിടെ ഭൂരിപക്ഷത്തിൽ മാറ്റമുണ്ടായെങ്കിൽ കൂടിയും സജി ചെറിയാൻ ചെങ്ങന്നൂരിൽ വിജയിക്കും. ആലപ്പുഴയിലെ ഉറച്ച മണ്ഡലമായി തന്നെ CPM കരുതുന്നു. മന്ത്രി സജി ചെറിയാൻ മത്സരിക്കുന്ന മണ്ഡലമാണ്. മറ്റൊന്ന് VN വാസവനാണ്, ഏറ്റുമാനൂരാണ്.
മണ്ഡല പുനർനിർണയത്തോടെ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു മണ്ഡലമായി മാറിയെങ്കിലും ഇത്തവണ അവിടെ വലിയ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. അവിടെ കോൺഗ്രസ് നേരിട്ട് മത്സരിക്കാൻ എത്തുന്നു. ഇതോടുകൂടി വാസവനക്ക് അടുത്ത വെല്ലുവിളി നേരിട്ടു എന്ന് കരുതപ്പെടുന്നു. പക്ഷേ അവിടെ വിജയിക്കും, ഭൂരിപക്ഷം കുറഞ്ഞാലും വിജയിക്കും എന്ന് കരുതുന്നുണ്ട്. മറ്റൊന്ന് AK ശശീന്ദ്രനാണ് എലത്തൂരിലും വലിയ അട്ടിമറി സാധ്യതകളൊക്കെ പറഞ്ഞെങ്കിലും അവസാന ഘട്ടത്തിൽ AK ശശീന്ദ്രൻ വിജയിച്ചു വരും എന്നതാണ് നിലവിലുള്ള സാഹചര്യം. അതായത് നമ്മൾ സംസാരിച്ച 1, 2, 3, 4, 5 അതിനുശേഷം 8, 5, 3, 8 ഈ 8 മന്ത്രിമാർ മാത്രമേ ഉറച്ച വിജയപ്രതീക്ഷ ഇടതുമുന്നണി നേതൃത്വത്തിനുള്ളൂ എന്നതാണ് സാഹചര്യം. അതായത് 19 മത്സരിച്ച 19 മന്ത്രിമാരിൽ 8 പേർ മാത്രമേ ഉറച്ച വിജയം നേടൂ എന്ന് ഇടതുമുന്നണി നേതൃത്വം കരുതുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.